ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി പാലട പായസമാണ്. പാലട പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിലരൊക്കെ പറയും പായസം ഉണ്ടാക്കുമ്പോൾ പിങ്ക് കളർ ആവുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇത് എങ്ങനെ നല്ല പിങ്ക് കളർ പാലട പായസം ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാനിലോട്ട് 1/2 കപ്പ് പഞ്ചസാര കാരമലാക്കാൻ വെച്ചിട്ടുണ്ട്. അത് കാരമലാക്കി എടുക്കാം. നന്നായി കളർ മാറരുത്, ബ്രൗൺ കളർ ആക്കിയെടുത്താൽ മതി. നന്നായി കളർ മാറിയാൽ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറും, ഒരു കയ്പ്പ് ടേസ്റ്റ് ആവും. പിന്നെ ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് 3 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3 കപ്പ് പറഞ്ഞാൽ 1 ലിറ്റർ പാല്. 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. കാരമലിലേക്ക് ഒഴിക്കുമ്പോൾ ആദ്യമേ ഒഴിക്കുമ്പോൾ പാലൊന്ന് പൊട്ടിത്തെറിക്കും, അതൊന്ന് ശ്രദ്ധിക്കണം. കൈമേൽക്കൊന്നും ആവാണ്ട് നോക്കണം. കുറച്ചൊഴിച്ച് ഒന്നാണ്ട് പൊട്ടി കഴിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള പാലൊഴിച്ച് കൊടുക്കാം. കാരമൽ നല്ല കട്ടിയായിട്ടുണ്ടാവും, അത് കുഴപ്പമില്ല. പാലെല്ലാം തിളച്ച് കഴിയുമ്പോൾ കാരമലെല്ലാം മെൽറ്റായിട്ടുണ്ടാവും. ഇനി പാല് നന്നായി തിളപ്പിച്ചെടുക്കാം. കാരമലാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കളർ മാറിപ്പോയാൽ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ കാരമലിൻ്റെ അവിടെ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് പായസം നല്ല പിങ്ക് കളർ പായസമായിട്ട് കിട്ടും. പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരത്തിലാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്ര മധുരം ആവശ്യമില്ലെങ്കിൽ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്താൽ മതി. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ച പാടന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇതിലേക്ക് ഞാനെടുത്ത അട പാലട മിക്സാണ്. ഇതിപ്പോൾ മിക്സ് പാലട ഇല്ലെങ്കിലും സാധാ പാലട ഇട്ടിട്ടും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. അട പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യണം. പാല് നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി വറ്റിച്ച് 1/2 ലിറ്റർ ആക്കി എടുക്കണം. പാലെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 ലിറ്റർ പാല് 1/2 ലിറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നന്നായി കളർ മാറി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി കളർ മാറിയിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയെന്ന് അറിയില്ല, നന്നായി കളർ മാറിയിട്ടുണ്ട്. അങ്ങനെ നല്ല പിങ്ക് കളർ പാലട പായസം റെഡി ആയിട്ടുണ്ട്. മധുരമെല്ലാം നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പാലട പായസം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.